സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഷിറിയ മുതൽ ഉപ്പള ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഷിറിയ പഴയ പാലത്തിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള എമൽഷൻ കോട്ടിംഗ് പ്രവർത്തികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഇന്ന് തന്നെ ടാറിങ് ഉണ്ടാവാനാണ് സാധ്യത. ഈ ഭാഗത്തിപ്പോൾ വാഹനങ്ങൾ പോകുന്ന ഭാഗത്തും ചെറിയൊരു ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട്. കുറച്ച് ഭാഗം 2-3 മീറ്റർ ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട്. ഭാഗത്ത് 3 മീറ്റർ വീതിയിൽ ടാറിങ് പ്രവർത്തികൾ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് വലതുവശത്ത്. അതും ഈ പ്രവൃത്തിയുമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഷിറിയ പാലത്തിൻ്റെ റീകണ്ടീഷൻ വർക്കുകൾ നല്ല വേഗത്തിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് കോൺക്രീറ്റ് ഇളക്കി മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത്. അപ്പോൾ അതിനെ റഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടാറിങ് നടത്താനാണ് ഉദ്ദേശം. പിന്നെ ഇതിൻ്റെ കൈവരികളും ഫുള്ള് ക്ലീൻ ചെയ്ത് പെയിൻറ്റിങ് കൊടുക്കാനുള്ള ആ പരുവത്തിലാക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്പീഡിലാണ് വർക്കുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിറിയ പുഴ പാലം നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ക്ലീൻ ചെയ്യുന്നതും ആയ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത്. അപ്പം അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികളുണ്ടാവും. അപ്പം ഈ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികൾ നടക്കാനുള്ളത്. അപ്പോൾ ഏകദേശം തലപ്പാടി മുതൽ ചെർക്കള വരെയുള്ള ഭാഗങ്ങളിൽ ടാറിങ് പ്രവൃത്തികൾ 97% ടാറിങ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ടാറിങ് പ്രവൃത്തികൾ കേട്ടോ, ബാക്കിയുള്ള പ്രവൃത്തിയല്ല. 97% ടാറിങ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ ചില ടാറിങ്, പിന്നെ അങ്ങനെയുള്ള ചില ഫൈനൽ ടാറിങ്, അങ്ങനെയാണ് ബാക്കിയുള്ള ഉദ്ദേശം. ഈ ഭാഗം മുതൽ ഏകദേശം ഉപ്പള നയാ ബസാർ വരെ 2 വരിപ്പാതയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിറിയ കുന്ന് ഭാഗത്തെ കാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മാനം ക്ലിയർ ഉണ്ട്, ഫോഗൊന്നും ഇല്ലാണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈൻ മാർക്കിംഗ് പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്.
ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുട്ടം ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. മുട്ടം ഭാഗത്തുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിപ്പോൾ യാത്രക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്പീഡിൽ മുട്ടം ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കുള്ള നല്ല ഒരു ഉപകാരപ്പെട്ടൊരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് മാറി ഇത്. പക്ഷെ നല്ല സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത ഒരാണ് പ്രശ്നമുള്ളൂ, വേറെ വലിയ പ്രശ്നമില്ല. അങ്ങനെ വലിയ ഹൈറ്റുള്ള സ്റ്റെപ്പും കൊടുത്തിട്ടില്ല, നോർമൽ നല്ല കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നല്ല സ്കൂൾ കുട്ടികളൊക്കെ താഴെ ബസ്സിന് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും കുറച്ച് സ്റ്റെപ്പാക്കിയിട്ട് ബന്ദിയോട് ഭാഗത്തേക്ക് നോക്കാം. ബന്ദിയോട് ഈ പള്ളീൻ്റെ അടുത്ത് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇനി നടക്കാനുണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷൻ മാത്രം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് അടുത്ത വശത്ത് കാണാം, ഫൗണ്ടേഷൻ മാത്രം ചെയ്തിട്ടുണ്ട്. ഇനി ബന്ദിയോട് കുറച്ച് വർക്കുള്ളത് ഈ ഓവർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇനി നടക്കുന്നുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ നടക്കുന്നുള്ളതാണ്, അത് കൂടി കാണിച്ചു തരാം. ഇവിടെ ക്രാഷ് ബാരിയർ വർക്ക് ചെയ്ത ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. ബസ്സെല്ലാം അവിടെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഈ പള്ളീൻ്റെ അടുത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള വർക്ക് ഇപ്പോൾ മെയിൻ ഇതാണ്, ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ്. അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ആടത്തോളം ഉണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ്. അതിപ്പോൾ ബന്ദിയോട് നിന്നുള്ള കാഴ്ച. അത് നമുക്ക് മെയിൻ ഭാഗമാണ് വീഡിയോ ചെയ്യാനുള്ളത്. നയാബസാർ മുതൽ ഉപ്പള വരെയാണ് മെയിൻ വീഡിയോ ചെയ്യാനുള്ളത്. ഇത് മാറ്റേണ്ടി വരും. ഈ സാധനം മാറ്റാണ്. നയാബസാർ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ച് വീട്ടുകാർ അടിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഉപ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പള ഫ്ലൈ ഓവർ വരെയുള്ള ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രോൺ ജസ്റ്റ് ഒരു കമ്പി കൊണ്ട് വീണുപോയി. അപ്പം അതുകൊണ്ട് നമുക്ക്
ഈ വീഡിയോയിൽ തൃപ്തിപ്പെടാം. ഫുള്ള് ടാറിങ് വർക്ക് ചെയ്ത് ഇപ്പോഴും വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. കൈക്കമ്പ ഭാഗത്ത് പ്രവർത്തികൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒരു സൈഡ് സെക്കൻഡ് ലെയർ വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഭാഗം. മറ്റു സൈഡിൽ ഫൈനലാണെന്ന് തോന്നുന്നു നടക്കുന്ന വർക്ക്. മറു സൈഡ് ഫൈനൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് ലെയർ വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് ഉപ്പള ഫ്ലൈ ഓവർ വരെ, നയാബസാർ മുതൽ ഉപ്പള ഫ്ലൈ ഓവർ വരെ സെക്കൻഡ് ലെയർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തേർഡ് ലെയർ വർക്ക് നടക്കുന്നുണ്ട്. ഫുള്ള് തേർഡ് ലെയർ. അപ്പം ഏകദേശം 97% വർക്ക് ഒരാളുങ്കൽ ഭാഗത്തുനിന്ന് ടാറിങ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്കും കൂടി കഴിഞ്ഞാൽ ഏകദേശമായി. അടിപൊളി. നമ്മളെ ഡ്രോണ് വീണ്ടും പൊട്ടിപ്പോയാണ്. കാലി നമ്മക്ക് തന്നെ ഒരു 10 മിനിറ്റ് വെയിലിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇവരെല്ലാം എങ്ങനെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ടാറിങ് പ്രവൃത്തി നടക്കാനുണ്ട്. ഏകദേശം മിക്കവാറും അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് റിപ്പോർട്ട്. ശരിയാവും കുറച്ച് ഭാഗമുണ്ട് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം 100% ടാറിങ് പ്രവൃത്തികൾ കഴിയും.
കട്ടിയുണ്ട്, ടാറിന് കട്ടിയുണ്ട്, ഏകദേശം 6 ഇഞ്ചോളം ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്ന് കംപ്രസർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി താവും. വേണ്ട, ഏകദേശം 5-6 ഇഞ്ചോളം ഫൈനലി ചെയ്യുന്നുള്ളത്. എൻ്റെ മോനെ, മുകളിൽ നിന്നുള്ള ചൂടും താഴെ നിന്നുള്ള ചൂടും എങ്ങനെ നമുക്കന്നെ ഒരു 10 മിനിറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. സമ്മതിക്കണം, കുറേ ആൾക്കാരെ കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഒരു റോഡിൽ പായുമ്പോണ്ടല്ലോ എത്ര ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ടറിയും റോഡിൽ ടാറിങ് ചെയ്യുന്നു. പതുക്കുന്ന ഏകദേശം 160 ഡിഗ്രി താഴ്ന്നുള്ള തീ പൊന്തുന്ന തീ, അങ്ങനെയുള്ള ടാറിങ്ങാണ് ചെയ്യുന്നുണ്ട്. ഇവിടെ റോളർ വരുന്നുണ്ട്. ഇപ്പം ബ്രേക്ക് ടൈമാണ്, ഫുഡ് കഴിക്കുന്ന സമയം. ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ടാറിങ് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടികൾ വിടായിരിക്കും. ചിലപ്പോൾ അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഡ്രോൺ ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും ഏരിയർ വ്യൂ ഉണ്ടാവും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.